നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തെ മത്സരം കളിക്കാനിറങ്ങുന്നു. ആദ്യ രണ്ട് കളികൾ കൊച്ചിയിലാണെങ്കിൽ ഈ കളി എവേ മത്സരമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോഹട്ടിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആവട്ടെ കഴിഞ്ഞ രണ്ട് കളി എവേ മത്സരം കളിച്ചിട്ട് അവരുടെ ഹോം മത്സരമാണ്, ആദ്യ ഹോം മത്സരമാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും രണ്ട് ടീമും ലക്ഷ്യം വെക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് മിക്കായൽ സ്റ്റാഡെ അക്കാര്യം വിട്ടുപറയാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് നാളെ കാണാം എന്നായിരുന്നു. പക്ഷേ അതിന് മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ലൂണ നാളെ കളിക്കുകയാണെങ്കിൽ താൻ സർപ്രൈസ്ഡ് ആകുമെന്ന്. ചുരുക്കത്തിൽ ലൂണ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും മുന്നേറ്റ നിരയിൽ നോഹ് സദോയും ഹീസസ് ഹീമിനസും ഒക്കെ ചേരുമ്പോൾ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിരിക്കുന്നത്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആവട്ടെ, അവരും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ രണ്ട് കളികളിൽ നിന്ന് ഒരു വിജയം ഒരു തോൽവി എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അവർക്കും 3 പോയിൻറ്റുകളുണ്ട്. ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 9ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് 3ാം സ്ഥാനത്തേക്കോ 4ാം സ്ഥാനത്തേക്കോ എത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ലക്ഷ്യം വെക്കുന്നില്ല. കോച്ച് മിക്കായൽ സ്റ്റാഡെ വളരെ കൃത്യമായിട്ട് പറയുന്നു, സ്റ്റാർട്ടിംഗ് 11 പോലെ തന്നെ എന്തെങ്കിലും കളിക്കളത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ചെയ്ത് കാണിച്ചതാണ്. അത്തരത്തിൽ തന്നെ ഇന്നത്തെ മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ വിജയിച്ചുകൊണ്ട് ISL മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 3 കളികൾ എവേ മത്സരങ്ങളാണ്. തുടർച്ചയായ 3 എവേ മത്സരങ്ങൾ. ഇപ്പോൾ ഈ കളി കഴിഞ്ഞാൽ അടുത്ത കളി ഒഡീഷയ്ക്കെതിരെയാണ് കളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദൻ SCക്കെതിരെയാണ് കളിക്കേണ്ടത്. ഇതൊക്കെ അവരുടെ മൈതാനത്ത് പോയിട്ടുമാണ് കളിക്കേണ്ടത്. അതുകൊണ്ട് എവേ മത്സരങ്ങളിൽ ആദ്യത്തെ എവേ മത്സരത്തിൽ വിജയിച്ചാൽ അത് വലിയൊരു കോൺഫിഡൻസ് നൽകും. കോച്ച് ഇന്നലെ പറഞ്ഞത് യൂറോപ്പിലൊന്നും ഇത് വളരെ കോമൺ അല്ല, ഇങ്ങനെ തുടർച്ചയായി 3 എവേ മത്സരങ്ങൾ എന്നുള്ളത്. എന്നാലും ഇവിടെ ഇങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോവുക, അതേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് വിജയിച്ചുകൊണ്ട് തുടങ്ങുക എവേ മത്സരങ്ങളുടെ ഈ സ്ട്രീക്ക്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കുട്ടികൾ അതിന് റെഡിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.